1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ ഒന്ന് തിരിക്കും. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം. ഇന്ന് രാത്രിയിൽ ദൈവജനവുമായിട്ട് ഒരുമിച്ച് കൂടുവാനും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനും കർത്താവായ യേശുക്രിസ്തു നൽകി തന്ന ഈ മനോഹരമായ അവസരത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും വചനവുമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ വളരെ ഭയത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം സ്വർഗത്തിലെ CCTV പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി വർഷങ്ങളായി കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്തിയത്, ഒത്തിരി വർഷങ്ങളായി. കാരണം എൻ്റെ കോളേജിൽ ബൈബിൾ ടീച്ചിങ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒത്തിരി പാസ്റ്റേഴ്സ് എൻ്റെ കൺവെൻഷനിൽ പഠിക്കുന്നു. പക്ഷെ ഞാൻ പോകാറില്ല, കാരണം എൻ്റെ കോളേജ് അതല്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ നിർബന്ധിക്കപ്പെടാം. അത് ദൈവം ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ സുവിശേഷീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ പഠിച്ചു. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട് സുവിശേഷീകരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഫിലിപ്പി ലേഖനം ഒരു പഠനം പോലെ നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ച് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പുസ്തകം ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഓടിച്ചു നോക്കാം. പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കുറേ സീറ്റില്ലാത്ത മുമ്പിലോട്ട് കിടന്നില്ല, മുമ്പിൽ പ്രത്യേകമായിട്ട് സീറ്റ്. അപ്പോസ്തലൻ പൗലോസിന്റെ ഏറ്റവും അധികം എഴുത്തുകളില് ജനത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഫിലിപ്പി. ഈ പുസ്തകം എന്നോട് ചോദിക്കുക എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ 100 എനിക്കറിയത്തില്ല. അതിലധികം പ്രാവശ്യം ഈ പുസ്തകം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം വായിച്ചു. ഇന്ന് രാവിലെയും വായിക്കാൻ എനിക്കിടയായി. എന്നെ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിന് പ്രചോദനം നൽകി തന്ന ഒരു പുസ്തകമാണ് ഈ ഫിലിപ്പി. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനത്തിലൂടെ സംസാരിക്കുന്നവർക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് പൗലോസ് ശ്ലീഹായുടെ ഹൃദയത്തിൻ്റെ 4 ആഗ്രഹങ്ങൾ. പൗലോസ് ശ്ലീഹായുടെ ഹൃദയത്തിലെ 4 ആഗ്രഹം. ഈ ആഗ്രഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായി പഠിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, പരിശോധിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കുമാറാണ്. നമ്മളൊരു പുസ്തകം പഠിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ പ്രധാനമായി ഓർക്കേണ്ടത് ആ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് പഠിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് ഫിലിപ്പി ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ. ഒരു പുസ്തകം കയ്യിലുള്ളത് കൊണ്ട് വായിച്ച് സഹായിക്കാൻ വേണ്ടി ദൈവദാസന്മാർ നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. എന്നാൽ അതിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന ഇവിടുത്തെ സഭയിലെ എല്ലാ എഡിറ്റേഴ്സ്, അതുപോലെ തന്നെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന മൂപ്പന്മാരെ എഡിറ്റേഴ്സ്, അതുപോലെ തന്നെ സുവിശേഷകരെ, പാസ്റ്റേഴ്സ്, എല്ലാവരോടും നന്ദിയെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. സഹോദരിമാരെ എല്ലാത്തെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വാട്സപ്പ് കളത്തിലുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മളെ വളരെ ബൂസ്റ്റപ്പ് ചെയ്ത ജെയിംസി ആൻഡ് ടീം
വളരെ ആവേശകരമായ പാട്ടുകൾ നമുക്ക് എന്തും മറക്കാൻ മേലാത്ത ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ട്. ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ പ്രായമുള്ള അമ്മച്ചിമാർക്ക് ഇത്രയും ആന്റിമാർക്ക് ഇത്രയും പാടും ഹൃദയത്തിന്റെ സ്തോത്രം നല്ല വൈബ്രന്റ് ആയിരിക്കുന്ന ഒരു സിംഗിങ് ടി വി ചർച്ചകളുള്ളൂ ഞാൻ സ്തോത്രം ചെയ്ത് വരികയും. നമുക്ക് ഒന്നാമതായി നോക്കാം, ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണ്? ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഈ പുസ്തകം ഞാൻ പഠിക്കുമ്പോൾ അതിന്റെ ശീർഷകത്തിൽ തന്നെ എന്റെ എഴുത്തുകാരനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം, ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. ഈ പുസ്തകത്തിന്റെ ശീർഷകത്തിന് ശേഷം താഴോട്ട് വരുമ്പോൾ ആദ്യം എഴുതിയിരിക്കുകയാണ് ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. അതൊരു ചോദ്യം, ഈ പുസ്തകം രണ്ടുപേരാണോ എഴുതിയത് അതോ ഒരാളാണോ എഴുതിയത്? നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങളുടെ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ബൈബിൾ വ്യാഖ്യാന തത്വശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. ബൈബിൾ വ്യാഖ്യാന തത്വശാസ്ത്രം അല്ലെങ്കിൽ ബൈബിള് എപ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അല്ലാതെ നമുക്ക് ചുമ്മാ ഒരു വാക്യം എടുത്തിട്ട് നമുക്ക് ഒന്നും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അതിനകത്തൊരു പ്രത്യേക ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ചരിത്രപരമായ അവലോകനവും അതിന്റെ ഭൂമിശാസ്ത്രപരമായ അവലോകനവും അറിഞ്ഞു വേണം നമ്മളൊരു ബുക്ക് വ്യാഖ്യാനിക്കുക. നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു കാരാഗ്രഹ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ നിന്നാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനങ്ങളിൽ പെടുന്ന പുസ്തകമാണ് ഫിലിപ്പ് ലേഖനം. അങ്ങനെ നമ്മൾ ഈ റോമൻ കാരാഗ്രഹത്തെ ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. റോമൻ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ഒന്ന് നോട്ട് ചെയ്യുന്നതാണ്. 3 തരത്തിലുള്ള റോമൻ കാരാഗ്രഹങ്ങളാണ്. 3 തരത്തിലുള്ള റോമൻ കാരാഗ്രഹം. ഒന്നാമത് നമുക്കറിയാം, ലോകത്തിലേക്ക് ഏറ്റവും അധികം ക്രൂരന്മാരാണ് ആരെ? റോമൻസ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അത്ര ദാരുണമായിട്ട് അവരെന്ത് ചെയ്യുന്നത്? ക്രൂശിക്കുവാനും ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കാനിടയായി തീർന്നത്. ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഒരാളെ പിടിച്ച് അവരെ തടവുകാരനാക്കി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് മെന്റലി ഫിസിക്കലി എങ്ങനെയൊക്കെ ആ വ്യക്തിയെ തളർത്താൻ പറ്റുമോ ആ നിലകളിലെല്ലാം എന്ത് ചെയ്യണം, തളർത്തണമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ്? ഒന്നാമത്തെ പ്രിസൺ എന്ന് പറഞ്ഞാൽ ഡീപ്പർ പ്രിസൺ എന്നാണ് പറയുന്നത്. അതിന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അവർ ഭൂമിക്കടിയിലേക്ക് എന്ത് ചെയ്യും? ഒരു വലിയ കുഴി കുഴി, ഏകദേശം 15 അടി താഴ്ചയുള്ള ഒരു കുഴിയായി. ആ 15 അടി കുഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 ആൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങാൻ സാധിക്കുന്ന 15 അടി ഒരു കുഴി. ആ കുഴിയിലേക്ക് ഒരു ലാടർ വഴിയായിട്ട് എന്ത് ചെയ്യും? ആളെ ഇറങ്ങാൻ പറ്റും. ആളെ ഇറക്കിയിട്ട് ഇതിന്റെ മുകളിൽ, കുഴിയുടെ മുകളിൽ ഒരു വെന്റിലേറ്റർ ഉണ്ട്, ജസ്റ്റ് ഒരു ബ്രീത്തിങ്ങിന് വേണ്ടി. എന്നിട്ട് ഈ ലാടർ എന്ത് ചെയ്യും? വലിച്ചു. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അത് മിക്കപ്പോഴും ഈ കുഴി കുഴിക്കുന്നത് അല്പം സമ്മർ കൂടിയ സ്ഥലത്താക്കി അല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലത്തായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിക്ക് അങ്ങോട്ട് ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? മനുഷ്യ ശരീരത്തിലെ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും? ഈ ഭൂമി വലിച്ചെടുക്കും. ഈ ഭൂമി വലിച്ചെടുക്കുമ്പോൾ ഈ മനുഷ്യൻ ഇതിനകത്ത് തന്നെ കുഴഞ്ഞു വീടി ഇവൻ എന്ത് ചെയ്യും? മരിക്കാതെ മരിക്കും. അതാണ് ഒരു റോമൻ പ്രിസൺ. ഇനി രണ്ടാമത്തെ ഒരു റോമൻ പ്രിസണാണ്. രണ്ടാമത്തെ റോമൻ പ്രിസൺ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഭിത്തിയോട് ചേർത്ത് വെച്ച് എന്ത് ചെയ്യും? ആ തടവാളി അല്ലെങ്കിൽ പ്രിസണറെ എന്ത് ചെയ്യും? വലിച്ച് 2 ചെയിൻ 2 വശത്തുമായിട്ട് കെട്ടി അവരെ തൂക്കിയിടും. അതേസമയം തന്നെ പാദം എവിടെ നിൽക്കുന്നുണ്ട്? നിലത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ പാദം അനക്കാൻ പറ്റാത്ത രീതിയിൽ ആപത്തിലിടുക എന്ന് നമ്മൾ ബൈബിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വായിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാം? ഒരു തടി കഷ്ണത്തിനകത്ത് കാല് കയറ്റിയിട്ടിരിക്കുക. പക്ഷെ കൈ രണ്ടും എന്ത് ചെയ്യാം? ഭിത്തിയോട് ചേർത്ത് വലിച്ചു നിൽക്കുക. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് ഇപ്പോൾ അവർക്കറിയാം, ഈ ഒരു ഭാഗത്ത് ധാരാളം മണിക്കൂറുകൾ തൂക്കിയിടുമ്പോൾ എന്താണെന്നറിയോ? ശ്വാസോച്ഛ്വാസത്തെ എന്ത് ചെയ്യും? ബാധിക്കും. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ ഫങ്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞ് ശ്വാസം മുട്ടി അദ്ദേഹം എന്ത് ചെയ്യും? അതാണ് രണ്ടാമത്തെ പ്രിസൺ. മൂന്നാമത്തെ പ്രിസൺ ഉണ്ട്. ആ പ്രിസണിന്റെ പേരാണ് അപ്പാർട്ട്മെന്റ് പ്രിസൺ എന്ന് പറയും. അപ്പാർട്ട്മെന്റ് പ്രിസൺ. അവിടെ എങ്ങനെയാന്ന് വെച്ചാല്, ചെറിയൊരു മുറിയാണ്. ആ ചെറിയൊരു മുറിക്കകത്ത് ഒരു കട്ടിൽ കാണും, ഒരു ചെറിയ ടേബിളും ചെയറും. അവിടെ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് വിശ്രമിക്കാം.
ആ വിശ്രമിക്കുന്ന സമയത്ത് പ്രിസൺ അല്ലെങ്കിൽ അവിടുത്തെ തടവറക്കാർ അവർ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പെർമിഷനുള്ള ടൈമുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യാം, ആരെങ്കിലും ബന്ധുക്കാരോ അല്ലെങ്കിൽ സ്നേഹിതരോ ഉണ്ടെങ്കിൽ ആ ചുരുങ്ങിയ ചില മിനിറ്റുകൾ അവിടെ വന്ന് എന്ത് ചെയ്യാം, ജനലിൽ കൂടെ എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പോസ്തലൻ പൗലോസ് ഈ ഫിലിപ്പി ലേഖനം എഴുതുന്ന സമയത്ത് താൻ ഒരു അപ്പാർട്ട്മെന്റ് പ്രസിഡന്റിലായിരുന്നു. അപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കട്ടിലുണ്ട്, ഒരു ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്. തന്റെ ബന്ധുമിത്രാദികൾക്കോ തന്റെ സ്നേഹിതന്മാർക്കോ ഇതിലൂടെ വരാം, ആ ജനലിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതേസമയം തനിക്ക് പറയാനുള്ള എന്ത് ചെയ്യാം, ആ ജനലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. ശരിക്കും ഇതിന്റെ എഴുത്തുകാരൻ പൗലോസ് തന്നെയാണ്. എന്നാൽ തിമോത്തിയോസ് എന്ത് ചെയ്യുന്നു, സഭകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ജനൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പൗലോസ് അതെല്ലാം കേട്ടിട്ട് തിമോത്തിയോസിനോട് പറയും. തിമോത്തിയോസ് എന്ത് ചെയ്യാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, എഴുതി. അതാണ് 1-ാമത്തെ